ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഇന്ന് എൻ്റെ ഒരു വൈകുന്നേരം എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ദേ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിലിട്ടേക്കാണ്. അപ്പം ഇന്ന് വൈകുന്നേരം വലിയ രീതിയിൽ മഴയും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ കാറ്റുണ്ട് കേട്ടോ. ഓക്കെ, കാറ്റുണ്ട്. അപ്പോൾ ഈ കാറ്റൊക്കെ കൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വിചാരിച്ച ഒരു വൈകുന്നേരത്തെ എൻ്റെ ഒരു കുഞ്ഞു വൈകുന്നേരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഡ്രസ്സ് വാഷ് ചെയ്യാനിട്ടത് ഒന്ന് നമുക്ക് അഴയിലേക്ക് ഇടണം. പിന്നെ വാഷിങ് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് വയ്ക്കാനുണ്ട്. വൈകുന്നേരം ചോറ് വയ്ക്കണം. ദെൻ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കാനുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ പണികൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം എന്നെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടുതൽ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ നേരത്തെ തലയൊക്കെ കുളിക്കും കേട്ടോ, കാരണം വൈകുന്നേരത്തേക്ക് ഞാൻ വയ്ക്കത്തില്ല. ഇപ്പം എന്നും ഇടി മഴയൊക്കെ ആയതുകൊണ്ട് ഇന്നലെയൊക്കെ വൈകുന്നേരമായിരുന്നു മഴ ഇടിയൊക്കെ, മീൻസ് രാത്രിയൊക്കെ വേറെയപ്പോഴായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ പോകുന്നു. ഈ ഒരു സംഭവം, ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇത് ബ്ലറായിട്ട് കിട്ടണില്ല. ഓക്കെ, ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. രാസനാദി ചൂർണം എന്നാണ് ഇതിൻ്റെ പേര്. ഈ സാധനം നമ്മൾ മറ്റേ കുഞ്ഞു മക്കൾക്കൊക്കെ മറ്റേ തലയിൽ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിറങ്ങും തലയിൽ നമ്മൾ തേച്ച് കൊടുക്കത്തില്ലേ, ജലദോഷവും പനി അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. അപ്പം ഞാനും ഇപ്പം ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബാക്ക് ക്യാമറയിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ബ്ലറായിട്ട് കാണാണേ. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് എനിക്കിപ്പം മഴക്കാലം ആയതുകൊണ്ടാണ് എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പം ചെറിയ ഒരു തണുപ്പടിക്കുമ്പോഴത്തേക്കും തൊണ്ടവേദന അങ്ങനെ സാധനങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് യൂസ് ആക്കുന്നുണ്ട്, കുറേ നാൾ പറയുന്നത്. അപ്പം നേരത്തെ ഒന്നും കുഴപ്പമില്ലായിരുന്നു, ഇപ്പം അങ്ങനെയാണ്. എന്ത് ചെയ്യാനാ? പ്രമോഷനൊന്നും അല്ല കേട്ടോ, ഇത് ഞാനൊരു ആയുർവേദിക് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഓക്കെ, ഇപ്പം ഞാനൊരു കുളിപ്പിന്നലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ട്. എപ്പോഴാണ് മഴ വരണേന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഞാനൊരു സംഭവം കാണിച്ചു തരാമേ. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഈ ചെടി, ഇത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം. ഈ ഒരു ഗ്രീൻ, ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. എനിക്കറിയാമായിരുന്നു. എൻ്റെ മമ്മിയുടെ പപ്പയുടെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ അവർ ബൊക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമായിട്ട് ഇതിപ്പം ഒരു ഷേപ്പില്ലാതെയൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ അവരുടെ സമയത്ത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇത് ഒത്തിരി വലുപ്പത്തിൽ കുറച്ച് താഴത്തേക്കൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല അറേഞ്ച് ചെയ്ത് സംഭവം. ഇത് കണ്ടപ്പം കാണിച്ചു തരാമെന്ന് വെച്ചു. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ മറന്നുപോയി. എനിക്കറിയാമായിരുന്നു, പക്ഷെ എനിക്ക് മറന്നുപോയി. ഇപ്പം ഇവിടെ ഒന്നൊന്നുമല്ല, ഇത് പല തട്ടായിട്ട് നല്ല ഭംഗിയിലിരിക്കും. ഇത് ഓൾറെഡി കരിഞ്ഞൊക്കെ പോയതായിരുന്നു, ഇപ്പം പച്ച പിടിച്ച് വരുന്നുണ്ട്. ആ ചെടി അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. എനിക്കറിയാമായിരുന്നു കേട്ടോ, പക്ഷെ മറന്നുപോയി. ഓക്കെ, ഇത് ഞങ്ങൾ നട്ടതാട്ടോ. ഇത്രയും ആയി. എനിക്കിതിനകത്ത് നിന്ന് രണ്ട് കുരുമുളക് കിട്ടി കേട്ടോ. ഒരു ചട്ടിയിലും കൂടെ നട്ടായിരുന്നു. അത് ഈ നിൽക്കുന്ന തെങ്ങിൻ്റെ മടൽ ചാടി. പിന്നെ ഒരു ദിവസം ഭയങ്കര കാറ്റ്, ഇപ്പോഴല്ല അതിന് മുന്നേ ആയിരുന്നു, കുറേ നാൾ മുന്നേ ആയിരുന്നു. കാറ്റൊക്കെ വീശിയിട്ട് ഇവിടെ കുറേ മരമൊക്കെ ഒടിഞ്ഞാണ്ട് കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ കൂടെ ചട്ടി ഞാൻ ഇവിടെയായിരുന്നു വെച്ചിരുന്നത്. അതതിൻ്റെ മുകളിലേക്ക് ചാടിയിട്ട് പൊട്ടിപ്പോയി. ഇപ്പോൾ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ.
കുഴപ്പമില്ല, ഇതെങ്കിലും ഉണ്ടായല്ലോ. ഇത് ഓൾറെഡി പോയായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ വന്നതാണേ. നമ്മളത് സെറ്റപ്പാക്കി കൊണ്ടുവന്നു. ഈ ചെടി കണ്ടിട്ടുണ്ടോ? ഇത് സാധാരണ മഴയൊക്കെ പെയ്യുമ്പം ഉണ്ടായി വരുന്നത് കേട്ടോ. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടേ. ഇത് വേറെ എവിടെയോ ഉണ്ടായിരുന്നു. ഇതുപോലെ ഇരിക്കും. ഇത് പല സ്ഥലത്തോടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മുറ്റത്ത് മാത്രമല്ല, പറമ്പിക്കൂടെയൊക്കെ ഉണ്ട്. അവിടെ ഒരെണ്ണം കാണുന്നുണ്ടോ? അവിടെ ഉണ്ട്. അപ്പുറം എന്തൊക്കെയോ പണിയൊക്കെ നടക്കാം. അപ്പം അതിൻ്റെ കൊട്ടും മേളമൊക്കെ കേൾക്കാനുണ്ട് കേട്ടോ. ആകാശം കാണാൻ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല നീലാകാശം. അപ്പം വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വൈകുന്നേരം. അപ്പം ഞാനിങ്ങനെ മുറ്റത്തോടെയൊക്കെ നടക്കാനായിട്ട് ഇറങ്ങിയതാണേ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ചെറിയ ക്ലിപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.